ഹലോ എവ്രി വൺ. എന്നാ ഉണ്ട് എല്ലാവർക്കും വിശേഷം? സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എല്ലാവരും. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു വെള്ള കാന്താരി അച്ചാറാണേ. വളരെ മിനിമൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു അച്ചാറാണ്. അധികം കളറൊന്നും ഇല്ലാണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു അച്ചാറാണ്. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് കാന്താരിയും വെളുത്തുള്ളിയാണ്. നമ്മളിത് ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കടുകെണ്ണയാണേ. അപ്പം ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കടുകെണ്ണ ഒഴിക്കുകയാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ചീനിച്ചട്ടിയാണ്. പക്ഷെ പാൻ ഉള്ളവർക്ക് പാൻ ഉപയോഗിക്കാം. എന്നിട്ട് നമ്മൾ കടുകെണ്ണയിലേക്ക് ഉലുവ ആഡ് ചെയ്യാണ്. ഉലുവ ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് കടുക് ആഡ് ചെയ്യും. കടുക് ഒന്ന് പൊട്ടി വരുമ്പം നന്നായിട്ടൊന്ന് മൂത്ത് അത് പൊട്ടി വരുമ്പോഴത്തേന് നമ്മൾ അതിലേക്ക് വറ്റൽമുളക് ആഡ് ചെയ്യാണ്. ഏകദേശം ഒരു 3 വറ്റൽമുളകുകളും ഞാൻ എടുത്തിട്ടുണ്ട്. വറ്റൽമുളകും ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ കറിവേപ്പിലയാണ്. കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് മൂത്ത ആ സ്മെല്ല് വരുമ്പോഴത്തേനും നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇഞ്ചിയാണ്. ഏകദേശം ഒരു നല്ല വലിയ സൈസ് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഒരു 300 ഗ്രാമോളം വരുന്ന വെളുത്തുള്ളിയാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. വെളുത്തുള്ളി നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമ്മളധികം അരിഞ്ഞിട്ടില്ല. ക്ലീൻ ചെയ്ത വെളുത്തുള്ളിയാണ്. അധികം വേവാവണ്ട. പകുതി വേവാവുമ്പോഴത്തേനും നമ്മൾക്ക് അടുത്തതായിട്ട് നമ്മളുടെ ടേമറിക് പൗഡർ ആഡ് ചെയ്യാം. ടേമറിക് പൗഡർ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏകദേശം 1/4 സ്പൂണോളം മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം 1 കിലോയോളം അടുത്തോളം വരുന്ന വെള്ള കാന്താരിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം സൈസുള്ള കാന്താരിയാണ്. ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ഉലുവാപ്പൊടിയാണ്. ഉലുവാപ്പൊടി ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് കായപ്പൊടി. നല്ല സ്മെല്ലും ഡൈജഷനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കായപ്പൊടി ആഡ് ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് കല്ലുപ്പാണ്, റോക്ക് സോൾട്ട് ആണ് ആഡ് ചെയ്യുന്നത്. കുറച്ച് നാൾ നിൽക്കാൻ വേണ്ടിയിട്ടും റോക്ക് സോൾട്ട് ആണ് കുറച്ച് നല്ലത്. അപ്പം നമ്മൾ ആഡ് ചെയ്തു. ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചൊരു പിഞ്ച് ഓഫ് ജാഗറി ആഡ് ചെയ്തു. അത് നമ്മളുടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിനാഗിരി ആഡ് ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 3 ദിവസം സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്കൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതിന് കമൻറ്റായി രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു എവ്രി വൺ. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്.